നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നും പതിവ് പോലെ കലയരങ്ങിൻ്റെ ദിവസമായ ഇന്നേ ദിവസം ശനിയാഴ്ച ഞാനൊരു പാചകക്കുറിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു സാധാരണയായ ഒരു പാചകക്കുറിപ്പാണ്. നമ്മളിൽ ആരും തന്നെ സദ്യ ഉണ്ണാത്തവരുണ്ടാവില്ല. സദ്യ കഴിഞ്ഞ് വന്നാൽ എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ എന്ന് പോവാത്തവർ കുടുംബത്തിൽ വരുമ്പോൾ ചോദിക്കുക. അപ്പം നമ്മൾ എന്താ പറയാറ്? കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി, സാമ്പാർ, അവിയൽ, പച്ചടി, കിച്ചടി, കൂട്ടുകറി, 4 കൂട്ടം ഉപ്പിലിട്ടത്, 4 കൂട്ടം വറുത്തുപ്പേരി, പഴം, പായസം 2 കൂട്ടം. ഉറപ്പാണല്ലോ, ഇത്രയും പറയും. ഇതിൽ ഓരോ കറികൾക്കും ചോറ് വിളമ്പാനൊരു സ്ഥാനമുണ്ട്. അവിടെ ചോറ് വിളമ്പി ആദ്യം തന്നെ ഒരു സദ്യയ്ക്ക് വിളമ്പുന്ന ഒരു വശം ഞാൻ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു എപ്പിസോഡ് തന്നെ പറയാനുണ്ട്. കുട്ടിക്കാലം തൊട്ടേയൊക്കെ നമ്മുടെ കുടുംബഭവനങ്ങളിൽ ശരിയാവണ്ണം വച്ചുണ്ടാക്കാൻ മാത്രമല്ല, അതുപോലെ ശരിയാവണ്ണം ഒരു സദ്യയ്ക്ക് വിളമ്പേണ്ടതായ സ്ഥാനങ്ങളിൽ അതിൻ്റെ ക്രമമനുസരിച്ച് വിളമ്പാൻ കൂടി നമ്മൾ പഠിച്ചിരിക്കണമെന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ വളരെ ചിട്ടയുള്ള ആൾക്ക് നിർബന്ധമാണ് ശരിയാവണ്ണം തന്നെ. ആവണപ്പലകയിൽ ഇരുന്നേ ഊണ് കഴിക്കുള്ളൂ. തൂശനിലയാണ് ഊണ് കഴിക്കാൻ വേണ്ടത്. ഇല വയ്ക്കണം, വെള്ളം കൊണ്ടുവന്ന് വയ്ക്കണം, പലക വച്ചിട്ടുണ്ടായിരിക്കണം. അത്രേ പാടുള്ളൂ. അച്ഛൻ വരുമ്പോൾ വന്ന് പലകയിലിരിക്കുമ്പോൾ ചമ്പ്രപ്പടി കൂട്ടി തന്നെ ഇരിക്കുക. വിളമ്പും ഊണും ഒക്കെ ഒരു സംഭവമായിരുന്നു. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മൾ സദ്യ ഉണ്ണാത്തവരാരുമില്ല. കല്യാണ സദ്യ ഉണ്ണും, പിറന്നാൾ സദ്യ ഉണ്ണും, ശതാഭിഷേകത്തിന് പോകും, ഷഷ്ഠ്യബ്ദ പൂർത്തിക്ക് പോകും, മറ്റ് ഓരോരോ സാധാരണ പിറന്നാളുകളുണ്ടാവും. പിന്നെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കുട്ടികളുടെ എല്ലാവരുടെയും പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ പോലെ ബ്രെഡ് മുറിക്കലല്ല അന്ന്. ദശപുഷ്പം ചൂടലും ഇലയിൽ ഇരുന്നുണ്ണലും, ഇടത്തും വലത്തും ഇരിക്കാൻ വേറെ കുട്ടികളും, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയൊക്കെയാണ്. അപ്പോൾ ഈ വിഭവത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട, എൻ്റെ ഭവനത്തിലൊക്കെ അങ്ങനെ സ്കൂളുള്ള ദിവസമൊക്കെ ആകുമ്പോഴും നേരത്തെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്ന 2-3 ഐറ്റങ്ങളുണ്ട്. അതെന്തൊക്കെയാ വെച്ചാൽ, 1 ഇഞ്ചി തൈര് നിർബന്ധമാണ്. അതാണ് ആദ്യം ഗണപതിക്ക് വെക്കണം. ആദ്യം ഗണപതിക്ക് ഇഞ്ചി തൈര് വിളമ്പണം. പിന്നീട് വിളമ്പേണ്ടതായ ഒരു കാര്യം ഓലനില്ലാത്തൊരു സദ്യയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും? ഇല്ല. ഈ ഓലൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരിക്കലൊരു തമാശയുണ്ടായി. ഞാൻ എറണാകുളത്ത് വിനായക ഓഡിറ്റോറിയത്തിൽ അതിഗംഭീരമായൊരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് ഞാൻ ചെന്ന് ഉണ്ണാനിരുന്നപ്പോൾ സംഗതി ഇങ്ങനെ സീറ്റ് കിട്ടുന്നിടത്തൊക്കെ ഇരുന്ന് ഉണ്ണാം. എൻ്റെ അടുത്തായിട്ട് ഇടതുവശത്തായിട്ട് 2 കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, 10-20 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികൾ ഉണ്ണാനിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ പറയുക, ഈ സദ്യകൾക്കൊക്കെ കുറേയൊക്കെ വിഭവങ്ങൾ വിളമ്പി വയ്ക്കും. പിന്നെ പരിപ്പും ചോറും സാമ്പാറും മാത്രമേ വിളമ്പാണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഓലൻ എടുത്ത് രുചിച്ച് നോക്കി. ചോറൊക്കെ വരണേ ഉള്ളൂ. എന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിയോട് പറയാണ്, ഇതെന്ത് കറിയാടി? ഇത് തന്നെ. അതോ ഓലനോ? ഇതിനൊരു വികാരവും ഇല്ലല്ലോ. എനിക്ക് ചിരി വന്നു. ഓലൻ എന്താ വികാരം? ഇപ്പോഴത്തെ കുട്ടികൾക്ക് സദ്യവട്ടങ്ങളിൽ ഓരോ നമ്മുടെ നാടൻ കറികളെ പറ്റി അത്രയ്ക്ക് ധാരണയുള്ളൂ. ഞാൻ ഇന്ന് ഇവിടെ ഈ ഓലന് ചില പ്രത്യേകതകളുണ്ട്. മറ്റ് വിഭവങ്ങൾ ഇപ്പോൾ സാമ്പാർ കൂട്ടിയതിൻ്റെ പുറകെ തന്നെ എരിശ്ശേരി എടുത്ത് കഴിച്ചാൽ ഈ സാമ്പാറിൻ്റെ സ്വാദ് വായിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. എരിശ്ശേരിയുടെ സ്വാദ് തികച്ചും നമുക്ക് രുചിക്കാനായിട്ട് സാധിക്കില്ല, ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? അല്പം ഓലനെടുത്ത് കഴിക്കുക. അപ്പം ആ രുചി നമുക്ക് തിരിച്ച് കിട്ടും. എരിശ്ശേരിയുടെ രുചി നമുക്ക് അനുഭവിക്കാൻ പറ്റും. എരിശ്ശേരി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അല്പം ഒരു
പച്ചടിയാണ് കഴിച്ചതെന്ന് വിചാരിക്കൂ. പച്ചടിയുടെ രുചി നമുക്ക് ശരിയാവണ്ണം തിരിച്ചറിയണമെങ്കിൽ അല്പം ഓലൻ കഴിക്കണം. അതിന് ശേഷമാണ് കറികൾ കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് അല്പം ഓലൻ കഴിച്ചിട്ട് വേണം അവിയൽ കഴിക്കാൻ. അതുപോലെ ഏത് കറികൾ നമ്മൾ രുചിച്ച് കഴിഞ്ഞാലും അതിൻ്റേതായ രുചി നമ്മുടെ നാക്കിൽ നിന്നും വായ്ക്കകത്ത് നിന്നും മാറി പിന്നീട് കഴിക്കുന്നതിൻ്റെ രുചി ശരിയായ രീതിയിൽ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിന് മുൻപ് അല്പം ഓലൻ കഴിക്കണം. ഓലന് അതിൻ്റേതായ ഒരു രുചിയുണ്ട്. അത് വേറെ. അത് പ്രായമായവർക്കോ കുട്ടികൾക്കോ ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ് കരുതുന്നത്. ഈയിടെ അടുത്ത സദ്യകൾക്കൊക്കെ ഓലൻ്റെ സ്ഥാനത്തേക്ക് വേറെ ഒരു കറി കയറി കൂടിയിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ഒരു ഇഷ്ടു. ഉരുളക്കിഴങ്ങും സബോളയും കൂടിയിട്ട് തേങ്ങാപ്പാലൊഴിച്ചൊരു ഇഷ്ടു. ഇഷ്ടവും ഇട്ട ശരിയാം വിധമായ ഓലൻ്റെ 10 അയലക്കത്ത് നിൽക്കുമോ? ഇല്ല. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഭവം ഓലനാണ്. എൻ്റെ ഭവനത്തിൽ ഇന്ന് ഉച്ചയൂണിന് ഓലനുണ്ടാക്കി. അതിനൊരു കാരണമുണ്ട്. ഒരു കുമ്പളം പടർന്നു കയറി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി 10-20 കുമ്പളങ്ങ അങ്ങോട്ട് ഉണ്ടായി. നമ്മൾക്ക് പറിക്കാനൊന്നും പറ്റണില്ല. വഴിയെ പോണവരാരെങ്കിലുമൊക്കെ പറിച്ചുണ്ടോ. അടുത്തൊരു വീട് പണി തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വാർക്കയുടെ ആൾക്കാർ വന്നപ്പോൾ അവരുടെ സഹായത്തോടുകൂടി അവർ 10-15 കുമ്പളങ്ങ അങ്ങോട്ട് തന്നു. അവിടെ തന്നെ വെച്ചു. ഒരു 2-3 ആരോ 2-3 ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ബാക്കിയുള്ളതൊക്കെ ആരൊക്കെ കൊണ്ടുപോയിക്കോട്ടെ. അതിനാണ് നമ്മൾ വെച്ചത്. അല്ലാതെ 10-20 പോലെ കുമ്പളങ്ങ നമുക്ക് തന്നെ തിന്നാൻ പറ്റും. ആവശ്യമുള്ളവർ കൊണ്ടുപോകട്ടെ, അത്രേ വെച്ചുള്ളൂ. ആ കൊണ്ടുവന്നതിൽ നിന്നും ഒരു കുമ്പളങ്ങ കൊണ്ട് പല വിഭവം ഉണ്ടാക്കാം. 3-4 ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കുമ്പളങ്ങ എടുത്ത് ഇന്ന് ഓലൻ വെച്ചു. അപ്പോൾ സാധാരണ കാലത്ത് സാമ്പാറും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കുമ്പളങ്ങ കണ്ടപ്പോൾ ഒരു ഓലനും കൂടെ വെച്ചു. ആ ഓലനാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഓലൻ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ റെസിപ്പി എന്താ? കുമ്പളങ്ങ എന്നൊരു കഷ്ണം. ഞാൻ ഇന്ന് കുമ്പളങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ചിലർ മത്തങ്ങ കൊണ്ട് വയ്ക്കും. മത്തങ്ങ പച്ച നിറത്തിലുള്ള പിഞ്ച് മത്തങ്ങ കൊണ്ട് തൊലി കളയാതെ ഓലൻ വയ്ക്കുന്നതുണ്ട്. പടവലങ്ങയും മത്തങ്ങയും കൂടിയിട്ട് പിഞ്ച് പടവലങ്ങയാവണം. കിളുന്ത് നല്ലോണം വേവുന്ന പടവലങ്ങ ചേർത്തും ഓലൻ വയ്ക്കും. കപ്പങ്ങ പച്ച കപ്പങ്ങ, മൂത്തിട്ടുള്ള കപ്പങ്ങ അതുകൂടി ചേർത്തിട്ട് അതുകൊണ്ടും ഓലൻ വയ്ക്കും. പിന്നീട് ഓലൻ വയ്ക്കുന്നത് കുമ്പളങ്ങയുടെ കൂടെ പയറും കൂടി ഇട്ടിട്ട്, പയറാദ്യം നല്ലോണം വേവിക്കും, പിന്നെ കുമ്പളങ്ങയും കൂടി ചേർത്ത് ഓലൻ വയ്ക്കും. ഞാനിന്ന് കുമ്പളങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുമ്പളങ്ങ തൊണ്ട് ചെത്തി ഓലനൊരു പ്രത്യേക സ്റ്റൈലിലാണ് നുറുക്കുക. കഷ്ടിച്ച് 1 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതി, 1 ഇഞ്ച് അത്രയും ആയിട്ട് കനം കുറഞ്ഞ് വരുന്ന വിധത്തിൽ വേണം ഓലനുള്ള കഷ്ണം നുറുക്കാൻ. കഴുകി വാരി കുമ്പളങ്ങ തന്നെ വെള്ളമല്ലേ, അല്പം വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇപ്പൊക്കെ കുക്കറിലല്ലേ വെക്കണേ, കുക്കറിൽ അങ്ങോട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആക്കി വയ്ക്കുക. അതങ്ങനെ അവിടെ പതുക്കെ ഇരുന്ന് വെന്തോട്ടെ. ചിലർ ഈ കുമ്പളങ്ങയുടെ ഓലൻ്റെ കൂടെ, ഞാൻ പലതിലൊക്കെ കണ്ടിട്ടും കൂട്ടിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു ശരിയായ രീതിയല്ല എന്ന് എനിക്കൊരു തോന്നൽ. കുമ്പളങ്ങയ്ക്ക് മുളക് ഇടുകയേ വേണ്ട. ചിലരൊക്കെ പച്ചമുളക് കീറിയിടുന്നുണ്ട്. അത് വേണ്ട. കുമ്പളങ്ങ തന്നെ അസലായിട്ട് വേവണം. അല്പം ഉപ്പ് ഇട്ടേക്കണം. അങ്ങനെ വെന്തെടുത്ത് വെള്ളം കുറച്ചല്ലേ നമ്മൾ ഒഴിച്ചല്ലോ. അപ്പം ഇങ്ങനെ വെള്ളം വറ്റിയില്ല എന്നുള്ള നിലയ്ക്ക് നന്നായി വെന്ത കുമ്പളങ്ങ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ ഒരു മുറി തേങ്ങയുടെ പാലങ്ങോട്ട് പിഴിഞ്ഞു. പാല് പിഴിയുക. തേങ്ങാപ്പാലേ പാടുള്ളൂ, നല്ലോണം അരച്ചാലൊന്നും പോരാ. പാല് പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ആ തേങ്ങാപ്പാൽ അരിച്ചൊഴിക്കണം. ആ നല്ല തേങ്ങാപ്പാൽ ഒരുപാട് ഒഴിക്കരുത്. കുറേയായിട്ട് ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് ഒന്നങ്ങോട്ട് ഇളക്കുക. അപ്പം എന്താ, കുമ്പളങ്ങയൊക്കെ ഒന്ന് പതുക്കനെ ഉടയുള്ളൂ. ഈ തേങ്ങാപ്പാലും ഒക്കെ ചേർന്നു. അത് കഴിഞ്ഞിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അത് മാത്രമേ പാടുള്ളൂ. ചിലരൊക്കെ ഓലനിൽ കറിവേപ്പില ഇടും. കറിവേപ്പില കറികൾക്ക് നല്ലത് തന്നെ, പക്ഷേ ഓലന് ഒരിക്കലും കറിവേപ്പില ഇടാറില്ല. അതുപോലെ തന്നെ കേട്ടോ എരിശ്ശേരി വറുത്തിടും. എങ്ങനെ? കടുകും
തേങ്ങയും കൂടി വറുത്തിട്ട് എരിശ്ശേരിക്ക് ഇടും. കറിവേപ്പിലിട്ടൊരു പതിവില്ല. അതൊരു സ്റ്റൈല് വേറെ എരിശ്ശേരിയുടെ. ഓലൻ്റെ ഒരു സ്റ്റൈല് വേറെയാണ്. അപ്പോൾ ഉപ്പ്, കുമ്പളങ്ങ കഷ്ണം നൈസായിട്ട് നുറുക്കിയത് ഉപ്പിട്ട് വേവിച്ച് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി അതിൽ അല്പം പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് വാങ്ങി വയ്ക്കാം. ഈ ഓലനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ സദ്യകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഊണ് കഴിഞ്ഞ് നമ്മൾ എണീക്കുമ്പോഴേക്കും ആ ഇലയുടെ ഓലൻ വിളമ്പിയ ഭാഗം ഇല അങ്ങനെ വാടിയിരിക്കും. എന്താ കാരണം? ഓലൻ അവിടെ ചൂടെയാണ് വിളമ്പുക. എപ്പോഴും ഓലൻ ആ കനൽപ്പുറത്താണ് വയ്ക്കുക പാത്രം. വലിയ വലിയ സദ്യകൾക്കൊക്കെ വലിയ വലിയ അടുപ്പ് കത്തിച്ചിട്ട് കനൽ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കനൽ ചൂടായിട്ടുള്ള അവിടെയാണ് ഓലൻ ഉണ്ടാക്കുന്ന വലിയ കുട്ടകം ഇങ്ങനെ വയ്ക്കുക. ചൂടത്തുനിന്ന് വലിയ മരത്തവി കൊണ്ട് എടുത്തൊഴിച്ചിട്ടാണ് നടന്ന് വിളമ്പുക. എപ്പോഴും ചൂട് ഓലൻ അടുപ്പത്തുനിന്ന് വാങ്ങില്ല എന്നാണ് പറയുക. കനൽപ്പുറത്തിരിക്കുന്ന ഓലന് ഒരു പ്രത്യേക സ്വാദാണ്. ഞാനിന്ന് ഉണ്ടാക്കിയിരുന്നത് ഇപ്പം കനൽപ്പുറത്ത് വയ്ക്കാൻ അടുപ്പിനകത്തേക്കുണ്ടോ ആൾക്കാർ, അങ്ങനെയൊക്കെയല്ലേ. എന്തുവാകട്ടെ, ഞാനിന്നുണ്ടാക്കിയിരിക്കുന്നത് ഓലനാണ്. സാധാരണ ഒരു ഓലൻ സദ്യയ്ക്ക് ഓലൻ വിളമ്പാൻ ഒരു സ്ഥാനമുണ്ട്. എല്ലാ കറികൾക്കും ഉണ്ട് സ്ഥാനം, പ്രത്യേകിച്ച് ഓലൻ നമ്മൾ ചോറ് വിളമ്പുന്നത് നമ്മുടെ മുൻവശത്തെ പകുതിയിലാണ്. പുറകുവശത്തുള്ള നടുവിൽ കൂടെ അല്ല തൂശനല്ല, മറുവശത്തുള്ള പകുതിയുടെ നടുഭാഗത്തായിട്ടാണ് ഓലൻ വിളമ്പുക. കുട്ടികളുടെ പിറന്നാളിനും വയസ്സായവർക്കുമൊക്കെ എരിവില്ലാത്ത, പുളിയില്ലാത്ത, അല്പം ഉപ്പ് മാത്രമുള്ള ഈ കറി വളരെ പഥ്യമാണ്. പപ്പടവും ഓലനുമാണ് കുട്ടികളുടെ പിറന്നാളിന് പ്രധാനമായിട്ട് ഉണ്ടാക്കുക. ഒരു വയസ്സാത്തന്നെ പിറന്നാളിന് പിറ്റേക്ക് കുട്ടികളുണ്ടല്ലോ ഓലൻ വാരി തിന്നും, പിന്നെയോ പപ്പടം അടിച്ച് പൊട്ടിക്കും. അങ്ങനെയൊക്കെയാണ് പതിവ് കേട്ടോ പണ്ട്. ഇപ്പൊക്കെ കേക്ക് മുറിക്കലല്ലേ. ഇത് നല്ലതാട്ടോ, കേക്ക് നല്ലതാണ്. കേക്ക് മുറിക്കണതും ഊതി കിടത്തണതും മെഴുകുതിരി ഊതി കിടത്തണതും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടണതും ഒക്കെ നല്ലതാണ്. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇതിലൊന്നും ഒരു ദോഷമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓലൻ കാണാം. ഞാൻ ഇന്ന് ഓലൻ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോളൂ. കുമ്പളങ്ങ ഓലൻ. ഈ ഓലൻ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. ഇത് ഉണ്ടാക്കാനായിട്ട് ആർക്കും പ്രത്യേകമൊന്നും പഠിക്കേണ്ടതുണ്ടാവില്ല. എല്ലാവർക്കും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാക്കുന്നത് തന്നെയാണ്. കുമ്പളങ്ങ കിട്ടുമ്പോൾ ഒരു ഓലൻ ഉണ്ടാക്കും കേട്ടോ. അതിനെ പാടെ നമ്മൾ അവഗണിക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ഓലൻ വയ്ക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. എൻ്റെ ഇന്നത്തെ പാചകവിധിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഓലൻ. നിങ്ങളുടെ സ്വന്തം മാലതി ചേച്ചി.